തോരാത്ത മഴ, നിലയ്ക്കാത്ത കൊടുങ്കാറ്റ്, തോടുകളും പുഴകളും കരകവിഞ്ഞൊഴുകി. മരങ്ങൾ കടപുഴകി വീണു. കൃഷിയിടങ്ങൾ ആകെ നശിച്ചു. മലവെള്ളപ്പാച്ചിലിൽ കന്നുകാലികൾ ഒഴുകിപ്പോയി. വെള്ളമിറങ്ങിയപ്പോഴേക്കും നാട് പട്ടിണിയുടെയും പകർച്ചവ്യാധികളുടെയും പിടിയിലമർന്നു. പരിഭ്രാന്തരായ ജനങ്ങൾ നാടുവാഴിയായ കോലത്തിരി തമ്പുരാനെ കണ്ട് തങ്ങളുടെ സങ്കടമുണർത്തി. പ്രജകളെ സംരക്ഷിക്കാൻ മാർഗമില്ലാതെ രാജാവ് പരിക്ഷീണനായി. രാജാവിന്റെ നിയോഗപ്രകാരം ഭൃഗുവംശജനായ ഒരു ശ്രേഷ്ഠ സന്യാസി കാടും മലയും താണ്ടി കാശിയിൽ നേരിട്ട് ചെന്ന് പ്രാർത്ഥിച്ചു. ഭക്തന്റെ സങ്കടമറിഞ്ഞ അന്നപൂർണേശ്വരി താൻ നേരിട്ട് വന്നുകൊള്ളാമെന്ന് ഉറപ്പു നൽകി. തുടർന്ന് ദേവി വിശ്വകർമാവിനോട് ഒരു കപ്പൽ നിർമ്മിച്ചു നൽകുവാൻ ആവശ്യപ്പെട്ടു. ആണ്ടാർ പെരുവിത്ത്, ചെന്നെല്ല് വിത്ത് തുടങ്ങി 41 വിത്തിനങ്ങൾ ആ കപ്പലിൽ നിറച്ചു. സഹായത്തിനായി യോഗി കുഞ്ഞുങ്ങളെയും കൊങ്ങിണി മക്കളെയും കൂടെ കൂട്ടി. വിളക്ക് തെളിയിച്ചുകൊണ്ട് മൂന്നില്ലത്തമ്മമാരും ഒപ്പം കുറ്റിവെടിക്കാരും അമരക്കാരും തണ്ടുവലിക്കാരും ബൗദ്ധന്മാരും കപ്പിത്താന്മാരായി ചോനാകന്മാരും ആ പുണ്യയാത്രയിൽ പങ്കുചേർന്നു. കോലത്തിരിയുടെ അധീനതയിലുള്ള തളിയാർവട്ടക്കടപ്പുറത്തേക്ക് അഥവാ 1000 തെങ്ങിലേക്ക് ദേവിയുടെ ആഗമനം സ്വപ്നദർശനമായി ലഭിച്ച വളഭൻ പരിജനങ്ങളോടൊപ്പം പുറപ്പെട്ടു. അവിടെ മൂവാരിമാർ പച്ചോല പന്തലൊരുക്കി ദേവിക്കായി കാത്തുനിന്നു. ദേവിയുടെ വരവറിഞ്ഞ തളിപ്പറമ്പത്തപ്പനും അവിടേക്ക് എത്തിച്ചേർന്നു. ദേവിയുടെ പാദങ്ങൾ ആദ്യമായി പതിഞ്ഞ സ്ഥലത്ത് അത്ഭുതമെന്നോണം ഒരു ചെക്കിത്തൈ പൊടിച്ചു വന്നു. ചെക്കിയുടെ അരികിലായി ഒരു കുയ്യെടുപ്പുണ്ടാക്കി ചെമ്പിൽ ചോറുണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാ പേർക്കും പൊൻകോരിയിൽ ദേവി അന്നം വിളമ്പി. ദേവിക്ക് ഇളനീർ കുടിക്കുവാൻ കൊടുത്തു. ദേവി കുടിച്ച ഇളനീർ തൊണ്ടുരുണ്ടുപോയ ആ 3/4 വട്ടത്ത് തനിക്ക് കുടികൊള്ളുവാൻ ഒരു ക്ഷേത്രാരൂഢം വേണമെന്ന് ദേവി ആവശ്യപ്പെട്ടു. അവിട്ടം തിരുനാൾ രവിവർമ്മ വലിയ മഹാരാജാവ് 1062 ആണ്ട് മേടം 21 ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് അനന്തരവനായ ഭരണിത്തിരുനാൾ വലിയ തമ്പുരാൻ 1063 ആണ്ട് കർക്കിടകം മുതൽ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയും 1067 ആണ്ട് മകരം 26 ബ്രഹ്മകലശം നടത്തുകയും ചെയ്തു. കിഴക്കോട്ട് ദർശനമായുള്ള ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കണ്ണപുരത്തപ്പനായ മഹാവിഷ്ണുവാണ്. എങ്കിലും പിന്നീട് പ്രതിഷ്ഠിക്കപ്പെട്ട ചെറുകുന്നിലമ്മ എന്ന അന്നപൂർണേശ്വരിക്കാണ് ഇന്ന് ക്ഷേത്രത്തിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും 2 നേരവും ഭക്ഷണമുള്ള ഈ ക്ഷേത്രത്തിൽ മുറം കൊണ്ടാണ് ഭക്ഷണം വിളമ്പുക എന്ന പ്രത്യേകതയുമുണ്ട്. മേടസംക്രമം മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിഷുവിളക്ക് മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. ഈ ഉത്സവത്തിന്റെ മുഖ്യ ആകർഷണം അപൂർവ ചാരുതയാർന്ന വട്ടപ്പന്തലാണ്. 101 തേക്കിൻ തടികളും 1700-ലധികം മുളകളും മടഞ്ഞ ഓലകളും ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന ഈ പന്തൽ ഒരു അത്ഭുതം തന്നെയാണ്. സന്ധ്യാസമയത്ത് സുവർണ നെറ്റിപ്പട്ടമണിഞ്ഞ ഗജവീരന്മാർ വട്ടപ്പന്തലിന് കീഴെ വാദ്യാഘോഷങ്ങളോടെ ഒത്തുചേരുമ്പോൾ ഒരു നാട് മുഴുവൻ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഐശ്വര്യം തുളുമ്പുന്ന വിഷുവിളക്കിന്റെ സ്മരണകളിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങാം.